അവിടെ നിൽക്കണേ പറഞ്ഞു അവിടെ നിൽക്കാനാ പറഞ്ഞ ഓടല്ലേ കിട്ടിയല്ലേ ഗൗരി സർ, എന്നവർ അനാഥാശ്രമത്തിൽ നിന്നും മയക്കുമരുന്ന് തന്നിങ്ങോട്ട് കൊണ്ടുവന്നതാണ് സർ. എന്നെ നിങ്ങളാ സർ രക്ഷിക്കേണ്ടത്. നീ പേടിക്കണ്ട മോളെ. സർ, ഞാൻ എന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് തിരിച്ചു പോയേക്കാം സർ. ശരി, നിനക്കൊന്നും പറ്റില്ല, നീ പൊയ്ക്കോ. താങ്ക്സ് സർ. ആ പെങ്കൊച്ച് ഓടുന്നത് കണ്ട ഒരു കടാവ് പശുവിന്റെ അടുത്തേക്ക് പാല് കുടിക്കാൻ ഓടുന്നത് പോലെയല്ലേ? അതെ അണ്ണാ. കണ്ടില്ലേ എന്താണ് നമ്മുടെ ചെക്കനെ കൊന്നല്ലോ? ഇവൻ പിള്ളേരെ കടത്തിക്കൊണ്ട് വന്ന വീഡിയോ എനിക്ക് തന്നെ കിട്ടി, പിന്നെ എന്ത് ചെയ്യാനാ? ഇവൻ കുടുങ്ങിയെന്ന് വെച്ചോ, നമ്മുടെ കഥയും തീരുവടാ. ആരാണ് അയച്ചത്? അറിയത്തില്ലടാ, അത് എവിടുന്നാ വന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാ. എടോ ഡോക്ടറെ, സാർ തന്ന ഓർഡർ വെച്ച് ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം മാച്ച് ആയല്ലോ അല്ലേ? രണ്ടു കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആയി സാർ. ഓർഡർ കിട്ടിയ അനുസരിച്ച് നമ്മളെല്ലാം ഡെലിവറി ചെയ്തേക്കാം സാർ. ശരി, താങ്ക് യു സാർ. എന്താ ഒരു വൃത്തികെട്ട മണം? എടാ, ഈ ശവം ഒന്നും എടുത്തു മാറ്റിയില്ല, എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത്? അത് പിന്നെ പോലീസിന്റെ ശല്യം കാരണം ചേട്ടാ. ചേട്ടനെന്നാ ACPയോട് പറഞ്ഞ അങ്ങനെ വല്ലതും ചെയ്യും. അക്കാര്യം ഞാൻ നോക്കിയോളാം. ശരി ചേട്ടാ. മുംബൈയിൽ നിന്ന് കടത്തിക്കൊണ്ട് വരുന്ന പിള്ളേരില്ലേ, അവർ 2-3 വർഷം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇങ്ങനൊക്കെ പോയാ എങ്ങനെയാടാ? ഡീലൊന്നും ഒത്തുവരുന്നില്ല ചേട്ടാ. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്താ ഇത്? ഇപ്പൊ നമ്മുടെ പിന്നിൽ ഫോളോവേഴ്സ് അങ്ങ് കൂടുകയാണല്ലോ. ഓൾറെഡി ഒരു വീഡിയോ ലീക്കായെന്നുള്ള ടെൻഷനിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നീ മറ്റൊരു വീഡിയോ എടുക്കുകയാണോ? ടെക്നോളജി നിനക്ക് മാത്രമല്ലടി, ഞങ്ങൾക്കും വളരെ നന്നായിട്ട് അറിയാം മിസ് ലളിത. നീ എന്റെ ബർത്ത്ഡേക്ക് വരുമ്പോഴേ നിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ എന്റെ പിള്ളേരോട് പറഞ്ഞു, നിന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന്. നിങ്ങൾ ഈ മീഡിയക്കാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങളെ പോലുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? അനാഥ കുട്ടികളുടെ അവയവങ്ങൾ പെറുക്കി വിറ്റ് ജീവിക്കുന്നവനല്ലേ നീ? മനുഷ്യന്റെ മുഖം മൂടിയാണ് ഞാൻ മൃഗമല്ലടാ നീ. മൃഗം, ഐ ലൈക്ക് ഇറ്റ്. എനിക്കുള്ളിലുള്ള മൃഗത്തെ കാണാൻ നീ ആഗ്രഹിക്കുന്നോ? ഇന്ന് എങ്ങനെയെങ്കിലും എന്റെ ലവ് പ്രപ്പോസ് ചെയ്തേ പറ്റൂ. ഓക്കെ സാർ. എടാ, നീ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഏടകൂടായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. സാർ, നിങ്ങൾ അവരെ കാണാൻ എത്ര കഷ്ടപ്പെടുന്നു കണ്ണുകൊണ്ട് കണ്ടിട്ടും ഞാൻ എങ്ങനെയാ പ്ലാൻ ചെയ്യാ സാർ? വരൂ സാർ, നമുക്ക് ചെന്ന് പ്രണയത്തെ കുറിച്ച് പറയാം. നമ്മുടെ പ്രണയമല്ലടാ, എന്റെ പ്രണയത്തെ കുറിച്ച്. ഇവിടെ എന്താ അന്നദാനാണോ കൊടുക്കുന്നത്? നമ്മുടെ രണ്ടുപേരും ചേർന്നിരുന്ന് കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞോളാം. ഓക്കെ, നിങ്ങളുടെ പ്രണയം നിങ്ങൾ തന്നെ പോയി പറയൂ സാർ. വരൂ സാർ, നമുക്ക് ആദ്യം അകത്തേക്ക് പോകാം. വാണി, എന്റെ ലൗലി. എവിടെടാ എന്റെ വാണി? എവിടെ എവിടെ? ആ ദേ അവിടെ. എന്റെ പേര് ചെമ്പകാക്ഷൻ, നിന്റെ പേര് വാണി. നമ്മൾ രണ്ടുപേരും ചേർന്ന കളർഫുൾ ആയ ഒരു ഹോളി. സിമ്പിൾ ആയിട്ട് ഞാൻ നിന്നെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി കെട്ടിക്കോളാം ഒരു താലി. ഐ ലവ് യു എന്ന് പറയൂ വാണി. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കേക്കില്ല. വാണി, അന്ന് നീ റെസ്റ്റോറന്റ് എന്ന് ഓക്കെ പറഞ്ഞു, നന്നായി ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഒന്നും കേക്കില്ല എന്ന് പറയുന്നു. മര്യാദക്ക് ഐ ടു ലവ് യു പറയാ. അവൾക്ക് ശരിക്കും കാത് കേൾക്കില്ല. നിനക്ക് ചെവി കേക്കില്ലേ? ഞാൻ ആദ്യം മുതലേ നിങ്ങളോട് പറയാൻ ശ്രമിക്കുമായിരുന്നു, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ല. എനിക്ക് അപ്പോഴേ ഡൗട്ട് തോന്നി, ഇപ്പോഴാ ഡൗട്ട് ക്ലിയർ ആയത്. തൈരും ചോറിൽ ചായ ഒഴിച്ച് കഴിക്കുമ്പോ തന്നെ എന്നോട് പറയേണ്ടതല്ലായിരുന്നു. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. പ്രണയത്തിന് ചെവിയൊക്കെ
ഐ ലവ് യു. അയാൾ നിന്നെ സ്നേഹിക്കുന്നു. കണ്ടിട്ട് നല്ലവനാണെന്നാ തോന്നുന്നേ. ഇയാളെ നീ കല്യാണം കഴിച്ചാൽ നിനക്കൊരു നല്ല ജീവിതം കിട്ടും. ഇയാളുടെ പ്രണയം സ്വീകരിക്കുവാണി. എനിക്ക് ഈ പ്രേമൊന്നും വേണ്ട. എനിക്ക് ഒരിക്കലും നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. കുട്ടിക്കാലം തൊട്ട് നമ്മള് ഒരുമിച്ചല്ലേ വളർന്നത്. ഇപ്പൊ ഇത്രയൊക്കെ ആയിട്ട് എനിക്ക് നിന്നെ വിട്ടിട്ട് പോവാൻ പറ്റില്ല. ഗീതയും വാണിയും പിരിയാണെങ്കിൽ അതെന്റെ ജീവൻ ഇല്ലാണ്ടാകുമ്പോഴാ. ഇതുപോലത്തെ ലവ് കാരണമൊന്നും അല്ല. എന്താടി ഈ സ്ഥലം കാലി ഞാൻ പറഞ്ഞ നീ കേക്കില്ല അല്ലേ? നിനക്ക് അത്ര അഹങ്കാരായോ? ഈ സ്ഥലം ഞങ്ങളുടെയാ. ഇതാ അതിന്റെ ഡോക്യുമെന്റ്സ്. നിനക്ക് 2 ദിവസം സമയം തരാം. ഈ കുട്ടികളും സാധനങ്ങളും ഇനി ഇവിടെ കണ്ടുപോരുത്. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എല്ലാരും കഴുത്തുപിടിച്ച് പുറത്താക്കും. ഞങ്ങളുടെ ജീവൻ ഇല്ലാണ്ടായാലും ഈ സ്ഥലം വിട്ട് ഞങ്ങൾ പോവില്ല. കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ തട്ടിയാലേ ഈ സ്ഥലം കാലിയാവും. എടാ, നിങ്ങളെന്താ ഈ വാണിക്ക് ആരുമില്ലെന്ന് വിചാരിച്ചോ? ഞാനുണ്ട് ഇവിടെ. സാറേ സംസാരിച്ച പോരാ, മുന്നോട്ട് ചെന്ന് കാണിക്കുന്നേ. ആദ്യം പോന്നേ. അത് വേണോ? വേണമെന്നേ. ആ, ഇവരുടെ കൂടെ ഇപ്പൊ ഞാനുണ്ട്. എന്നെ മറികടന്ന് ആർക്കെങ്കിലും പോവാൻ പറ്റണെങ്കിൽ പോയിക്കോ. ഇവന്റെ ഒക്കെ ഗെറ്റപ്പ് കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. ഇപ്പൊ വേണ്ട, വിട്ടേക്കാം. ഇവര് കാലി ചെയ്തില്ലെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. വാടാ. ശരിയെണ്ണ. ഒരു പ്രാവശ്യമെങ്കിലും വീടിന്റെ ഓണർ എന്ന് പോയി കാണാ. ടേക്ക് കെയർ. ആ റൗഡികളോട് മത്സരിക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. ഇതുവരെ ഈ ആശ്രമം നീയല്ലേ നടത്തിക്കൊണ്ടിരുന്നേ. അത് മാത്രമല്ല, ഈ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ നിന്നാലാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തില് എങ്ങനെയായാലും കമ്മീഷൻ വാങ്ങി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാണ് ആ കോർപ്പറേറ്റ് ആൾക്കാര്. മെനിഞ്ഞാന്ന് വരെ സംരക്ഷണം വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ താമസിക്കാൻ വീട് വേണമെന്ന് പറയുന്നു. നിനക്കൊരു കാര്യം അറിയോ? വീട്ടിന്റെ വില 2 കോടി രൂപയാണ്. എന്റെ കമ്മീഷൻ 20%, അതായത് 40 lakhs. ഉണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഏതെങ്കിലും ചെറിയ വീട് നോക്കിയേനെ. ശരി, നിനക്ക് വേണ്ടി ഞാൻ പകുതി കുറയ്ക്കാം. കാശില്ല, പക്ഷെ ജോലി മാത്രം നടക്കണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പേപ്പർ എടുത്ത് എഴുതി വെച്ചിട്ട് വലിച്ചെറിഞ്ഞേച്ചു പോവും, അല്ലേ? ഈ നോട്ടത്തിൽ കുറച്ച് റൊമാൻസ് മിക്സ് ചെയ്ത് ഒരു രാത്രി എന്റെ കൂടെ കൂടിയാലുണ്ടല്ലോ, നീ ചോദിച്ച പ്രോപ്പർട്ടി നിനക്ക് കിട്ടും. എന്താ, വിശ്വാസായില്ലേ? ദേ നോക്ക്, നിനക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സും വെച്ചോ. അതോടൊപ്പം എന്താ, വീണ്ടും എന്റെ അമ്മയെ ചീത്ത പറയാൻ പോകണോ? അവനെന്തിനാ നിങ്ങളോട് വരാൻ പറഞ്ഞ? അപ്പൊ നിങ്ങൾ എന്തിനാ അഡ്രസ് വാങ്ങിച്ചേ? നിങ്ങൾ അയാളെ കാണാൻ പോയിരുന്നോ? നിങ്ങൾ ഉത്തരം പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പോയെന്നല്ലേ അർത്ഥം? ചേച്ചേ, അവരെ കണ്ടാൽ അറിയില്ലേ അവരങ്ങനെയുള്ള സ്ത്രീയല്ലെന്ന്? അതൊക്കെ എനിക്കറിയാം. പക്ഷെ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തെറ്റ് ചെയ്തു കാണുമെന്ന് വിചാരിച്ചു. നിർത്തുന്നുണ്ടോ? നിങ്ങളെ എല്ലാരെയും അടിച്ചു നുറുക്കും ഞാൻ. ഒന്നും മിണ്ടാതിരിക്കെ. ഗീത, നീ പോയില്ലല്ലോ.